ഇറാനിൽ സൈനിക അട്ടിമറിക്ക് IRGC കളമൊരുക്കുന്നതായി സൂചന. നിർണായകമായ വകുപ്പുകളുടെ നിയന്ത്രണം IRGC ഏറ്റെടുക്കുന്നുണ്ട്. പ്രസിഡന്റും IRGCയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നുവെന്നും ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം സങ്കീർണമാക്കുന്ന നിലപാടാണ് IRGC എടുക്കുന്നത് എന്ന നിലപാടാണ് പ്രസിഡന്റിനുള്ളത്. യുദ്ധസമാനമായ സാഹചര്യം തുടർന്നാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി തകരും എന്ന ആശങ്കയും ഇപ്പോൾ രൂപപ്പെടുന്നു. ഐസൺ ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. ഐസൺ, ഈ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയാണല്ലോ ഇസ്രായേലും അതോടൊപ്പം തന്നെ US-ഉം ഈ യുദ്ധം ഇറാനെതിരെ ആരംഭിക്കുന്നത്. അങ്ങനെ അവിടെ മതമേലധ്യക്ഷന്മാരെയൊക്കെ വധിക്കുന്നു. അങ്ങനെ ഒരു ജനാധിപത്യ സർക്കാർ ഇതാ വരുന്നുവെന്ന് US പറയുന്ന ഘട്ടത്തിൽ IRGC വീണ്ടും അവിടെ ഭരണം ഏറ്റെടുക്കുകയാണെങ്കിൽ അതൊരു അതിരൂക്ഷമായ കരയുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമല്ലോ. ഗൗതം, തീർച്ചയായും അതിരൂക്ഷമായൊരു സാഹചര്യം തന്നെയാണ്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ രൂക്ഷമായൊരു സാഹചര്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. അതായത് നമുക്കറിയാവുന്നതാണ്, ഈ IRGCയുടെ നിയന്ത്രണം, അതിശക്തമായൊരു നിയന്ത്രണം അവിടെ കാലാകാലങ്ങളായി ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കാലങ്ങളായി നമ്മൾ അറിയുന്നത്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ എന്ന് പറയുന്ന സംവിധാനം ഇറാൻ്റെ ഇസ്ലാമിക ഭരണകൂടത്തെ നിലനിർത്തുന്നതിനുള്ള ഒരു പട്ടാള സംവിധാനമാണ്. ഈ പട്ടാള സംവിധാനം ഭരണത്തിലും അല്ലാതെയും അതുപോലെ തന്നെ പുറത്തുള്ള ഭീകരതയിലെല്ലാം തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഹിസ്ബുള്ളയൊക്കെ പിന്തുണയ്ക്കുകയും ഹമാസിനെ പിന്തുണയ്ക്കുന്നതെല്ലാം തന്നെ ഈ സംവിധാനം വഴിയാണ്. അത്തരത്തിലുള്ള ഒരു സംവിധാനം സ്വാഭാവികമായും നിയന്ത്രണം, അല്ലെങ്കിൽ ഈ ഭരണത്തിൻ്റെ നിയന്ത്രണത്തിൽ പലതരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. മുസ്തഫ ഖമനയെ തെരഞ്ഞെടുത്തത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിൽ IRGCയുടെ സ്വാധീനമുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തർക്കം ഉടലെടുക്കുന്നത്. അതായത് മസൂദ് പെസഷ്കിയാനും അതുപോലെ തന്നെ IRGCയും തമ്മിലുള്ള തർക്കം ഉടലെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ തർക്കം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മസൂദ് പെസഷ്കിയാൻ പറയുന്നത് ഈ ആക്രമണ സ്വഭാവം ഈ IRGCയുടെ ഒരു ആക്രമണോത്സുകമായ നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നം ഉയർന്നു വരുന്നത് എന്നാണ്. അത്തരത്തിലൊരു പ്രശ്നം ഉയർന്നു വരുന്നൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തകരുകയും യുദ്ധത്തിന് അനുകൂലമായ, അല്ലെങ്കിൽ യുദ്ധം കൂടുതൽ കലുഷിതമാക്കാനുള്ള നീക്കങ്ങൾ IRGC നടത്തുന്നുവെന്നുമാണ് കൃത്യമായി തന്നെ മസൂദ് പെസഷ്കിയാൻ്റെ വിമർശനമുയർന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പെസഷ്കിയാനെ പൂർണ്ണമായും അധികാരത്തിൽ നിന്നും ഏതാണ്ട് മുക്തമാക്കുന്ന, അല്ലെങ്കിൽ ഒരു റബ്ബർ സ്റ്റാമ്പാക്കുന്ന, അല്ലെങ്കിൽ ഒരു പാവ പോലെയാക്കി മാറ്റുന്നൊരു രീതിയിലുള്ള നടപടിയാണ് ഈ IRGC ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നിർണായക പദവികളിലെല്ലാം തന്നെ, അതായത് നിർണായക ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും നിർണായക വകുപ്പുകളുടെയും എല്ലാം തന്നെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു നീക്കമാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല നിയമനങ്ങളും, അതായത് ഇൻ്റലിജൻസ് മിനിസ്റ്ററായി നിയമിക്കുന്നതിനെ മസൂദ് പെസഷ്കിയാൻ നടത്തിയ ഒരു നീക്കം തടയിടുക എന്ന ഒരു റിപ്പോർട്ടാണ് ആദ്യം പുറത്തു വന്നത്. അതുപോലെ തന്നെ ഈ തർക്കം അതിരൂക്ഷമായി തുടരുന്നൊരു സാഹചര്യമുണ്ട്. യുദ്ധത്തിന് വാർ ഫിനാൻസ് സംബന്ധിച്ച്, അല്ലെങ്കിൽ യുദ്ധത്തിന് ധനം ലഭ്യമാക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ വലിയ തർക്കങ്ങൾ ഇരു കക്ഷികളും തമ്മിൽ, IRGCയും അതുപോലെ തന്നെ മസൂദ് പെസഷ്കിയാനും തമ്മിൽ ഉടലെടുത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പെസഷ്കിയാൻ്റെ ആ ഒരു ഇടപെടൽ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ളൊരു നീക്കം നടത്തുന്നത്. പല കാര്യങ്ങളിലും മസൂദ് പെസഷ്കിയാൻ്റെ ഇടപെടൽ വഴി പല സമാധാനപരമായ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നമുക്കറിയാവുന്നതാണ്, മസൂദ് പെസഷ്കിയാനുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഭാരതത്തിൻ്റെ കപ്പലുകൾ കടത്തിവിടുന്നതിനുള്ള നീക്കമുണ്ടായത്. അത്തരത്തിലുള്ള പല നീക്കങ്ങളും അദ്ദേഹം ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സംഘർഷം കലുഷിതമാകാതെ സൂക്ഷിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് IRGC താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ IRGC അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഒരു പട്ടാള അട്ടിമറിയുടെ സ്വഭാവത്തിലുള്ള നീക്കങ്ങൾ കൃത്യമായും ഇറാനിൽ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇറാനിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഇടയിലേക്ക് ആശങ്കയുടെ നിഴൽ ഉണർത്തുന്ന സംഭവമാണ് IRGCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അവിടെ ഒരു ഭരണ അട്ടിമറിക്ക് IRGC ശ്രമിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിരൂക്ഷമായ കരയുദ്ധത്തിന് ഇസ്രായേലും അമേരിക്കയും തുനിയും എന്ന കാര്യത്തിലും തർക്കമില്ല. ഇറാന്റെ പ്രസിഡന്റ് തന്നെ IRGCയുടെ ഇത്തരം നീക്കങ്ങളെ വിമർശിക്കുന്നു. അവിടുത്തെ മാധ്യമങ്ങളും IRGCയുടെ ഇത്തരം പ്രവർത്തനങ്ങളെ പ്രകോപനം എന്നാണ് തലക്കെട്ടോടുകൂടി വാർത്ത നൽകിയിരിക്കുന്നത്. ഐസൺ ജോസാണ് വിവരങ്ങളുമായി ചേർന്നത്.